ജനാധിപത്യത്തിനുമേൽ മതാധിപത്യം സ്ഥാനമുറപ്പിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ദർശനോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news brought to you by Kalpaga Weddings, North Paravur. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ദർശനോത്സവം ഗണപതി ഹോമത്തോടെ തുടക്കം കുറിച്ച് വിവിധ പരിപാടികളോടെ സമാപിച്ചു. മൂന്നാം ദിവസത്തിൽ രാവിലെ 11 നടന്ന സമാപന സമ്മേളനത്തിൽ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതം ആശംസിച്ചു. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നവതി ആഘോഷങ്ങളുടെ സമാപനവും ഡോക്ടർ PR ശാസ്ത്രിയുടെ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം എന്നിവിടെ എത്തിയിരുന്നു. മതാധിപത്യത്തിന് ജനാധിപത്യം വഴിമാറിക്കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറി. സംഘടന ന്യൂനപക്ഷങ്ങൾ ഇന്ന് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുകയാണ്. അതിൻ്റെ പേരിൽ എന്നെ പൂഷിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആദ്യമായി ഒരു മാൻഹോളിൽ ഒരു മുസ്ലിം മരിച്ചപ്പോൾ 25 ലക്ഷം രൂപ സർക്കാർ കൊടുത്തപ്പോൾ അതിനോടൊപ്പം മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞപ്പോൾ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് എന്താണ് ചെയ്തത്? എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനല്ലേ ഉത്തരവിട്ടുള്ളൂ. പക്ഷേ കോടതിയുടെ സംരക്ഷണത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനൊരു നീതിയല്ലേ പറഞ്ഞത്. ആ നീതി പിന്നെ അംഗീകരിക്കപ്പെടേണ്ടി വന്നില്ല. അപ്പോൾ അതെല്ലാം ചില സമുദായത്തിലിട്ട് കൊള്ളുമെന്ന് വരുമ്പോൾ, അവർക്ക് ഇഷ്ടമില്ലാതെ വരുമ്പോൾ, ആ ഇഷ്ടമില്ലാത്തവരെ തകർക്കാനുള്ള പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നൊരവസ്ഥയായി ഇപ്പോൾ മാറി. ജാതിയും ചിന്തയും മറ്റന്നത്തേക്കാളും വളരെ ശക്തമായി മാറി. ഇന്ന് ജനാധിപത്യം ഇല്ലാതായി മതാധിപത്യം കുടിയേറ്റി വാഴുന്ന ചിന്തയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു രാഷ്ട്രീയ വാലിലെ ചൂടല്ല. എന്നെ നിരന്തരമായി നിങ്ങൾക്കറിയാം, നിങ്ങളുടെ MLA ഞങ്ങളുടെ ചക്കരയും പീരയും കൂടെ പോലെ ഇവിടെ നടന്നതല്ലേ കുറെ കാലം. ആ നടന്നിട്ട് എന്നോട് എന്തിനാണ് പണങ്ങിയത്? പണങ്ങാൻ ഞാൻ വല്ല കാര്യം ചെയ്തോ സതീശനോട്? പക്ഷേ സതീശൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് എന്നോട് പിണങ്ങേണ്ടത് പുള്ളിയുടെ ആവശ്യമായിരുന്നു. പുള്ളിയുടെ നാക്ക് ലീഗ് വാടകയ്ക്കെടുത്തു. കോൺഗ്രസിനകത്ത് സതീശന് പ്രസക്തിയില്ല. അവ പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ലീഗിൻ്റെ പിൻബലം വേണം. ആ ലീഗിൻ്റെ പിൻബലം വേണമെങ്കിൽ എന്നെ ചീത്ത പറഞ്ഞിട്ടിരിക്കണം. അങ്ങനെ പ്രഗത്ഭമായി അദ്ദേഹം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ലീഗിൻ്റെ പിൻബലം കിട്ടി. അതല്ലേ അവസാനമായിട്ട് പറഞ്ഞില്ലേ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ഹൈക്കമാൻഡാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇന്ന് ലീഗ് നേതാക്കന്മാർ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? സതീശൻ. അപ്പോൾ ഹൈക്കമാൻഡ് ആരാണ്? കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ ലീഗ് നേതാവായി മാറി. ഈ പറച്ചിൽ തന്നെ അവരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എങ്കിലും താങ്ങായി തണലായി ലീഗ് കൊണ്ടു നടക്കുന്നത് സതീശനാണ്. ചടങ്ങിൽ വ്യവസായ മന്ത്രി P. രാജീവ്, ടൈസൺ മാഷ്, ഷീബ ടീച്ചർ, SNDP യോഗം ഡയറക്ടർ PS ജയരാജ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. നവതി ആഘോഷ കമ്മിറ്റി കൺവീനർ പ്രമോദ് മാലിയങ്കര നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, പറവൂർ.